എൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്, വിച്ച് ഐ ഡോണ്ട് കെയർ. ആൻഡ് അഗൈൻ സൗണ്ടിനെ കുറിച്ച് ഇപ്പോൾ ഈ സൗണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആഫ്റ്റർ കോവിഡ് ടൈം പലതരത്തിലുള്ള അങ്ങനെ ഒരു ഓഡിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടം വരെയായിരുന്നു ഇതെന്താ പൂച്ച സൗണ്ടാണോ മറ്റ് സൗണ്ടാണോ എന്നൊക്കെയുള്ളൊരു ഡിഫറൻഷിയേഷൻ ഉണ്ടായിരുന്നത്. എവറിത്തിങ് ഈസ് ഗുഡ് വെൻ ചിത്രമ്മ ആൻഡ് സുജാത ആൻറ്റി സിങ്സ്, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. സോ ദാറ്റ്സ് ദ തിങ്, പീപ്പിൾ ട്രൈ ടു ഇമിറ്റേറ്റ് ബോത്ത് ഓഫ് ദം. അല്ലാണ്ട് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ വോയിസ് അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും ഇതെല്ലാവരും ട്രൈ ടു ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി മനസ്സിലാക്കി നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ വോയിസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു സ്പേസ് ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്